അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഉലൂമുദ്ദീന്റെ വർക്ക് ബുക്കിന്റെയും 8ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. യുഹിബ്ബുൽ മുതത്തഹിരീൻ, അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടം വെക്കും എന്നർത്ഥം വരുന്ന പാഠത്തിൽ പറയുന്നത് വൃത്തിയെക്കുറിച്ചാണ്, അതല്ലെങ്കിൽ ശുചിത്വത്തെക്കുറിച്ചാണ്. ശുചിത്വം എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. വൃത്തിയും ശുദ്ധിയൊക്കെ പാലിക്കുന്നവർ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇവരാണ് സത്യവിശ്വാസികൾ. മാത്രമല്ല, നിസ്കാരം ശരിയാവാനും വൃത്തിയും ശുദ്ധിയൊക്കെ വേണം. ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ മനസ്സും ശുദ്ധിയാകും. ഇങ്ങനെ കുളിച്ചു വൃത്തിയായി വെള്ളവസ്ത്രം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് സുഗന്ധം പൂശി മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥിയെക്കുറിച്ചാണ്, ഒരു വിദ്യാർത്ഥിയുടെ ഉദാഹരണമാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. ഇങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി ആയിരിക്കേണ്ടത് എന്ന് ചുരുക്കം നമുക്ക് വായിക്കാം. മുഹമ്മദ് കുളിച്ചു വൃത്തിയായി വെള്ള വസ്ത്രം ധരിച്ച് തലയിൽ തൊപ്പിവെച്ച് സുഗന്ധം പൂശി. അവന്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞിട്ടുണ്ട്. വീടും ക്ലാസും പരിസരവും അവൻ വൃത്തിയായി സൂക്ഷിക്കുന്നു. എല്ലാവർക്കും മുഹമ്മദിന് ഇഷ്ടാണ്. ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു, ശുചിത്വം ഈമാനിന്റെ പകുതിയാണ്. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവർ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇവരാണ് സത്യവിശ്വാസികൾ. നിസ്കാരം ശരിയാവാൻ വൃത്തിയും ശുദ്ധിയും വേണം. ശരീരത്തിന് ശുദ്ധിയുണ്ടായാൽ മനസ്സും ശുദ്ധിയാകും. മുഹമ്മദിനെ നോക്കൂ, എന്തൊരു വൃത്തി! എല്ലാവരും അവനെപ്പോലെയാകണം. ബ്രഷ് ചെയ്യണം, കുളിക്കണം, സുഗന്ധം പൂശണം, നഖവും മുടിയും കൃത്യമായി മുറിക്കണം. ശരീരവും വസ്ത്രവും മലിനമാക്കരുത്. ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കണം. വീടും ക്ലാസും പരിസരങ്ങളും ശുചീകരിക്കണം. എന്നാൽ നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടും. അല്ലാഹു തആല നമ്മെ ശുചിത്വമുള്ളവരിൽ പെടുത്തട്ടെ. ആമീൻ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അല്ലാഹു തആല വൃത്തിയുള്ളവർ ഇഷ്ടപ്പെടുന്നു. ഇനി നമുക്ക് വാക്കർത്ഥം നോക്കാം. ധരിച്ചു, ഡ്രസ്ഡ്. ശുചിത്വം, ക്ലീനസ്. സുഗന്ധം, പെർഫ്യൂം. അഴുക്ക്, ഇംപ്യൂരിറ്റി. പരിസരം, സറൗണ്ടിങ്. തൊപ്പി, ക്യാപ്പ്. ഈമാൻ, സത്യവിശ്വാസം. തഹൂർ, ശുദ്ധി. കിതാബ്, പുസ്തകം. മുഅ്മിൻ, സത്യവിശ്വാസി. ഖത്തർ, സുഗന്ധം. മുത്തഹിരീൻ, വൃത്തിയുള്ളവർ. ദഫ്തർ തോൽബ് നോക്കി തദ്രീബാത്തുകൾ വായിക്കാം. നമുക്ക് വായിക്കാം. ഒന്നാമതായി നഖറ വനൻസഖ്, വായിച്ചിട്ട് ഇത് കോപ്പി ചെയ്യാം. സുഗന്ധം, ധരിച്ചു, ശുദ്ധി, സൂക്ഷിക്കുക, വൃത്തി, പരിസരം, സത്യവിശ്വാസി, ശുചിത്വം, അഴുക്ക്. ഇങ്ങനെ വൃത്തിയിൽ എഴുതാം. രണ്ടാമത്തെ വർക്ക് നുക്കമ്മിലു, പൂരിപ്പിക്കാനാണ്. പഠനോപകരണങ്ങൾ ഏതൊക്കെ നെയ്ത്? 1 പുസ്തകം, 2 പെന്ന്, 3 പെൻസിൽ, 4 റബ്ബർ, 5 ബോക്സ്, 6 സ്കെയിൽ എന്നൊക്കെ എഴുതാം. തേർഡ് വർക്ക് നുജീബ്, ഉത്തരം എഴുതാണ്. ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, കാരണമെന്ത്? മുഹമ്മദ് കുളിച്ച് വൃത്തിയായി വെള്ളവസ്ത്രം ധരിച്ച് തലയിൽ തൊപ്പിവെച്ച് സുഗന്ധം പൂശി. അവന്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞിട്ടുണ്ട്. വീടും ക്ലാസും പരിസരവും അവൻ വൃത്തിയായി സൂക്ഷിക്കുന്നു. ഇതാണ് മുഹമ്മദ് ഇഷ്ടപ്പെടാനുള്ള കാരണം. രണ്ടാമത്, വൃത്തിയുള്ളവരാണ്. വൃത്തിയുള്ളവരാവാൻ നാം എന്തെല്ലാം ചെയ്യണം? ബ്രഷ് ചെയ്യണം, കുളിക്കണം, സുഗന്ധം പൂശണം, നഖവും മുടിയും കൃത്യമായി മുറിക്കണം. ശരീരവും വസ്ത്രവും മലിനമാക്കരുത്. ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കണം. നാലാമത്തെ, നംനൽ ഫറ, ഫില്ല് ഇൻ ദ ബ്ലാങ്ക് ആണ്, ഫില്ല് ചെയ്യാൻ. ശുചിത്വം ഈമാനിന്റെ പകുതിയാണ്. വൃത്തിയുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. നിസ്കാരം ശരിയാവാൻ വൃത്തിയും ശുദ്ധിയും വേണം. പുസ്തകങ്ങൾ അഴുക്കാവാതെ സൂക്ഷിക്കണം. നഖവും മുടിയും കൃത്യമായി മുറിക്കണം. അഞ്ചാമത്തെ വർക്ക് നുൻഷിവിൽ കലിമ, താഴെ കൊടുത്ത അക്ഷരങ്ങൾ ഉപയോഗിച്ച് പദങ്ങൾ നിർമ്മിക്കാനാണ്. ഖ, നഖം. ഗ, നഗരം. ക, പുസ്തകം. ത്ര, മാത്രം. ന്ത, സുഗന്ധം. സ്റ്റ, ഇഷ്ടം. സ്ത, വസ്ത്രം. നാലാമത്തെ നുൻഷിൽ ജുമൽ കമാഫിൽ മിസാൽ, താഴെ കൊടുത്തതുപോലെ ഈ പദങ്ങളിൽ നിന്ന് ഓരോ വാക്കുകൾ ഉണ്ടാക്കുക, സെന്റൻസ് ഉണ്ടാക്കാനാണ്.
അബ്ദുള്ള ബാഗ് വൃത്തിയാക്കി പൂശി. യാസിർ മുഹമ്മദ് പൊതിഞ്ഞു എടുത്തു. ആയിഷ വാങ്ങി. നഖം പുസ്തകം കുളിച്ച് സുഗന്ധം മുറിച്ചു. അബ്ദുള്ള ബാഗ് എടുത്തു. ഇതിൽ നിന്നെടുത്ത ഒരു സെന്റൻസാണ്. ഇതുപോലെ ഉണ്ടാക്കുക. അബ്ദുള്ള പുസ്തകം വാങ്ങി. മുഹമ്മദ് പുസ്തകം പൊതിഞ്ഞു. യാസിർ നഖം മുറിച്ചു. യാസിർ നഖം വൃത്തിയാക്കി. ആയിഷ ബാഗ് വൃത്തിയാക്കി. അബ്ദുള്ള സുഗന്ധം പൂശി. മുഹമ്മദ് കുളിച്ച് സുഗന്ധം പൂശി. ഇനി 7ാമത്തെ വർക്ക് നോക്കൂ. നക്തബ് മുദക്കിറ, ഒരു പാരഗ്രാഫ് എഴുതാനാണ്. എൻ്റെ ദിനചര്യ, ഓരോരുത്തർ ദിനചര്യ എഴുതാനാണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നോക്കൂ. ഞാൻ നേരത്തെ ഉണരും. ബ്രഷ് ചെയ്ത് ഉളു എടുത്ത് കുളിക്കും. വെള്ള വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി തൊപ്പി വെച്ച് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ശേഷം സുബഹി നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ചായയും കടിയും കഴിച്ച് 7 മണിക്ക് മദ്രസയിൽ പോയി. 9 മണിക്ക് മദ്രസ വിട്ട് വീട്ടിൽ തിരിച്ചെത്തി. സ്കൂൾ സാമഗ്രികൾ തയ്യാറാക്കി. സ്കൂൾ ബസ് വന്നപ്പോൾ ബസ്സിൽ കയറി. 4 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തി. അല്പസമയം കഴിഞ്ഞ് മഗ്‌രിബ് ബാങ്കിന് അല്പം മുമ്പ് തന്നെ കളി നിർത്തി. മഗ്‌രിബ് നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യുകയും പാഠപുസ്തകങ്ങൾ വായിച്ച് പഠിക്കുകയും ശേഷം സ്കൂൾ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച് ഇശാവും അതിൻ്റെ സുന്നത്തും നിസ്കരിച്ച് 9 മണിക്ക് ദിക്ർ ചൊല്ലി ഉറങ്ങി. നേരത്തെ ദിക്ർ ചൊല്ലി എണീറ്റു. അല്ലാഹു തആല നല്ല കുട്ടികളിൽ, നല്ല ആളുകളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.